ഹലോ, എൻ്റെ പേര് ഡോക്ടർ ജാൻ എലിസബത്ത് ജോസഫ്. ഞാൻ ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് സോഷ്യോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഒരാളെ കയറിയിട്ടുള്ളൂ അല്ലേ ക്ലാസ്സിൽ? നിയാമോൾ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിങ്ങളുടെ സ്കിൽ പേപ്പറാണ്. ഇതിൻ്റെ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് വേറൊരു ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് പ്രോജക്ട് പ്ലാനിങ് മാനേജ്മെന്റിന്റെ ആ ടൈറ്റിൽ ശ്രദ്ധിക്കേണ്ട, അതിന്റെ പേര് വേറെയാണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, സോ ഈ പേപ്പറിന്റെ ബ്ലോക്ക് 1 ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 ഇന്ന് നമുക്ക് യൂണിറ്റ് 1 നോക്കാം. ഓക്കെ, സോ യൂണിറ്റ് 1 ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആദ്യം തന്നെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്ലാൻ എന്താണ്, പ്രോഗ്രാം എന്താണ്, പ്രോജക്റ്റ് എന്താണ്. ഈ 3 കാര്യങ്ങളും ഏറെക്കുറെ സിമിലർ ആണ്. ഇതിന്റെ തുടക്കവും അവസാനം അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ചില പ്ലാൻ പ്രോഗ്രാം പ്രോജക്റ്റ് ചിലത് നമ്മളുടെ ലക്ഷ്യം നിറവേറ്റുമ്പോഴത്തേക്ക് അത് ഡിസ്മെമ്പർ ചെയ്ത് അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് കാണാറുണ്ട്. സോ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. സോ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ യൂസ് ബ്ലൂ പ്രിന്റ് ആണ്. ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ഫോർ എ സിംഗിൾ അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ഓർ ടൈം ഫ്രെയിം. സോ ഒരു പ്രത്യേക കാലയളവിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഓഫൻ ക്യാൻസൽഡ് ഓർ ആർക്കൈവ്ഡ് വൺസ് ഇറ്റ്സ് ഗോൾ ഇസ് റിയലൈസ്ഡ്. അതായത് ആ ഉദ്ദേശം എന്തായിരുന്നോ ഈ പ്ലാനിന്റെ പിറകിൽ അത് നടക്കുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നു, ഈ പ്ലാൻ നമ്മൾ ഒന്നി കംപ്ലീറ്റ്ലി നിർത്തുന്നു, ക്യാൻസൽ ചെയ്യുന്നു, അതല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, ആർക്കൈവ് ചെയ്യുന്നു. സോ ബഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഇതെല്ലാം പ്ലാനിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് കണ്ടക്ടഡ് ഇൻ ഹാർമണി ടു റിയലൈസ് എ കോമൺ ഓവർ ആർക്കിംഗ് ബെനിഫിറ്റ്. സോ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ, ഒരു പ്രോജക്റ്റ് ആയിരിക്കണമെന്നില്ല, മൾട്ടിപ്പിൾ പ്രോജക്റ്റുകളായിരിക്കാം. സോ ഈ മൾട്ടിപ്പിൾ പ്രോജക്റ്റുകൾ ഒരു ഹാർമോണിയസ് രീതിയിൽ ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതാകാം. സോ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എ ലാർജർ സ്കെയിൽ ആൻഡ് ഫോക്കസസ് പ്രൈമർലി ഓൺ ലോങ് ടേം ബെനിഫിറ്റ്സ്. സോ ഈ പറയുന്നത് എന്താണ്, പ്ലാൻ പോലെ ഒരു ഷോർട്ട് ടേം ഗോൾ അല്ല പ്രോഗ്രാമിനുള്ളത്. പകരം എന്താണ്, ഒരു ലാർജർ സ്കെയിലിൽ പ്രവർത്തിക്കുകയും അതേസമയം ഒരു ലോങ് ടേം ബെനിഫിറ്റ് മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതുമാണ് പ്രോഗ്രാം. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഡിസൈൻ ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മളിപ്പോ കൈകാര്യം ചെയ്യുന്ന പേയ്മെന്റ്സ്, ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ കരുതുകയാണെങ്കിൽ അതെന്താണ്, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതോടെ ആ ആപ്ലിക്കേഷൻ അവിടെ അവസാനിക്കുന്നില്ല. പകരം എന്താണ്, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അതിനെ എൻവിഷൻ ചെയ്തേക്കുന്നത്. സോ അതിനൊരു പ്രോഗ്രാം ആയിട്ട് കാണാം. മ്യൂട്ട് ചെയ്യണേ അനുസാന്ത്. ഓക്കെ, താങ്ക് യു. ഇനി പ്രോജക്റ്റ് എന്താണെന്ന് നോക്കാം. സോ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനും ഒരു ടെമ്പററി സ്വഭാവമുണ്ട്. അതായത് ഇറ്റ് ക്യാൻ ബി എ ടെമ്പററി ഓപ്പറേഷൻ ഓർ എൻഡവർ അണ്ടർടേക്കൺ ടു അച്ചീവ് ഡിസ്റ്റിങ്ക്റ്റീവ് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം, ബഡ്ജറ്റ് ആൻഡ് റിസോഴ്സ് കൺസ്ട്രെയിൻ. സോ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെൽഫ് സസ്റ്റെയിനിങ് വസ്തുവായിട്ട് കാണണം. അതായത് നമ്മളുടെ പ്രോജക്റ്റ് നമ്മൾ ആദ്യം തന്നെ രൂപം കൊള്ളുന്നത് പറയുന്ന പോലെ എന്താണ്, ഒരു ലക്ഷ്യമുണ്ടാകും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ടൈം ഫ്രെയിം ഉണ്ടാകും. അതായത് ഏത് കാര്യങ്ങളാണ് ഏതൊരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് നടത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്ത് തീർക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ടൈമിംഗ് ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ ബഡ്ജറ്റ്, വ്യക്തമായിട്ട് നമ്മുടെ ചെലവുകൾ ഏതൊക്കെ ഹെഡിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാമെന്നുള്ളത് ബഡ്ജറ്റിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ റിസോഴ്സ് കൺസ്ട്രെയിൻ, ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന്റെ ഭാഗമാകേണ്ടത് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, അവരുടെ റോൾസ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തീരുമാനിക്കുകയാണ്. സോ ആ പ്രോജക്റ്റിൽ നമ്മൾ ആ പ്രോജക്റ്റ് നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ആ പ്രോജക്റ്റിൽ
ഒന്നി നമ്മൾ കാണിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കരുതിയിട്ടുണ്ടാവും. സോ നമ്മളുടെ ഇപ്പോ എക്സാമ്പിൾ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയണേ, വിഴിഞ്ഞം ഹാർബർ അതൊരു പ്രോജക്റ്റ് ആണ്. അല്ലെങ്കിൽ ഏതൊരു NGOs അണ്ടർടേക്ക് ചെയ്യുന്നതും ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് കാണാം. NGOs അണ്ടർടേക്ക് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള പഠന വിഷയങ്ങളെ കുറച്ച് അവര് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് ആ പഠനത്തിന്റെ പ്രധാന ഭാഗം ആരാണ് അണ്ടർടേക്ക് ചെയ്യേണ്ടത്, അതായത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആരായിരിക്കണം, ഫീൽഡിൽ പോയി ആരാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, ഇതിന്റെ അനാലിസിസ് ആര് നടത്തണം, എങ്ങനെ നടത്തണം, റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയായിരിക്കണം, ഇതിനെല്ലാം ആവശ്യം വരുന്ന ബഡ്ജറ്റ് എന്താണ്, ഇതെല്ലാം വ്യക്തമായിട്ട് പ്രോജക്ട് പ്രപ്പോസൽ നമ്മൾ പറയും, ഈ പ്രപ്പോസലിൽ കാണിച്ചിരിക്കും. സോ ഇതിന് മറ്റൊരു ഡെഫിനേഷൻ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് നൽകിയിട്ടുള്ള ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ അവര് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ടെമ്പററി എൻഡവർ അണ്ടർടേക്കൻ ടു ക്രിയേറ്റ് എ യുണീക് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ റിസൾട്ട്. സോ പ്രോജക്റ്റ് എന്ന് പറയുന്നതും എന്താണ്, ഒരു ടെമ്പററി സ്വഭാവം ഉള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് ആണ്. അവിടെയും ലക്ഷ്യം എന്താണ്, ആ പ്രോജക്റ്റിൽ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ള ലക്ഷ്യം, അതൊരു പ്രോഡക്റ്റ് ആവാം, സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആയിരിക്കാം, ഇത് നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് പ്രോജക്റ്റ്. ഇനി മറ്റൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ISO 1006 എന്ന് പറയുന്ന ഇവരുടെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു യുണീക് പ്രോസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ set of coordinated and controlled activities with starting and finishing dates undertaken to achieve an objective confirming specific requirements including the constraints of time, cost and resources. So പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, ഈ ഡെഫിനേഷൻ വ്യാഖ്യാനിക്കുന്നതും അതാണ്, സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഒന്നാണ് പ്രോജക്റ്റ്. അതായത് ആ പ്രോജക്റ്റിൽ എന്താണ്, കോർഡിനേറ്റഡ് ആയിട്ട് വ്യക്തമായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ടാകും എന്ത് ആക്ടിവിറ്റീസ് ആണ് അണ്ടർടേക്ക് ചെയ്യേണ്ടത്, ആ ആക്ടിവിറ്റീസ് ഏതൊരു ടൈമിനുള്ളിൽ തുടങ്ങണം അവസാനിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. കൂടാതെ വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ആ ഒബ്ജക്റ്റീവ്സ് അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള എന്തൊരു കരുതലും ആ പ്രപ്പോസലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. സോ ടൈം, കോസ്റ്റ്, റിസോഴ്സസ് ഇത് വ്യക്തമായിട്ട് ഒരു പ്രോജക്റ്റിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. സോ ദിസ് ഇസ് വാട്ട് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അർത്ഥമാക്കുന്നത്. ഇനി പ്രോജക്റ്റിന്റെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഓഫ് എ പ്രോജക്റ്റ്. സോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അച്ചീവ് ചെയ്യാനായിട്ട്. നമ്മൾ വെറുതെ ചാടി പുറപ്പെടുന്ന ഒന്നല്ല പ്രോജക്റ്റിൽ വ്യക്തമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകും വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് വി വാണ്ട് ടു അച്ചീവ്. മറ്റൊന്ന്, എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമാണ്, അത് മാൻ പവർ ആണെങ്കിൽ മാൻ പവർ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോണിറ്ററി ആയിട്ടുള്ള റിക്വയർമെന്റ് ആണെങ്കിൽ അതല്ല മറ്റേ എക്യുപ്മെന്റ്സോ വസ്തുക്കളോ ആണെങ്കിൽ അത്. ഈ ഏതൊരു തരത്തിലുള്ള റിസോഴ്സ് പ്രോജക്റ്റിനായിട്ട് ആവശ്യമുണ്ടോ അത് കാണിച്ചിരിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ എ സ്പെസിഫിക് ടൈം ഫ്രെയിം. സോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 months ആകാം, അല്ലെങ്കിൽ 1 month പ്രോജക്റ്റ് ആകാം, ഷോർട്ട് ടേം പ്രോജക്ട്സ് ആവാം, അല്ലെങ്കിൽ ലോങ് ടേം പ്രോജക്ട്സ് ആകാം. സോ വ്യക്തമായിട്ട് ഒരു ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ടാകും. ഇനി മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് എക്സിസ്റ്റ് ദി പോസിബിലിറ്റി ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. സോ നമ്മൾ പല തരത്തിലുള്ള, അതിപ്പോ വിഴിഞ്ഞം ഹാർബർ പ്രോജക്റ്റ് ആണെങ്കിലും സോഷ്യൽ സയൻസിൽ നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിലും എന്താണ്, രണ്ടിടങ്ങളിലും റിസ്ക് ഉണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. സോ ആ ഒരു കരുതലും പ്രോജക്റ്റ് പ്രപ്പോസലിൽ അല്ലെങ്കിൽ പ്രോജക്റ്റിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. മറ്റൊരു ഫീച്ചർ എന്താണ്, ഇറ്റ് റിക്വയർസ് ക്രോസ് ഫങ്ഷണൽ ടീംസ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച്. ഇപ്പൊ നമ്മൾ സോഷ്യൽ സയൻസിൽ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ എന്താണ്, ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് പ്യോർലി ഇപ്പൊ സോഷ്യോളജിയിൽ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് അണ്ടർടേക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ കൂടുതലും എന്താണ്, ഒരു ഇന്റർഡിസിപ്ലിനറി നേച്ചറിലാണ് നമ്മൾ എല്ലാ പഠനങ്ങളും നടത്തി വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് വെൽഫെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, അത് അണ്ടർടേക്ക് ചെയ്യുന്നതും എൻവിഷൻ ചെയ്യുന്നതും സോഷ്യോളജിസ്റ്റുകളാകാം. പക്ഷേ മറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡീസും കൂടെ എന്ത് ചെയ്യും, എക്കണോമിക്സ് എന്നുള്ള എക്കണോമിസ്റ്റുകൾ അതിന്റെ ഭാഗമാകും, മേ ബി സൈക്കോളജിസ്റ്റുകൾ ഭാഗമാകുന്നുണ്ടാവും, ഈവൻ ഹിസ്റ്റോറിയൻസ് പോലും ഭാഗമാകും. സോ ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് കണ്ടുവരുന്ന ഒന്നാണ്.
മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്ട് ഹാസ് എ സ്പെസിഫിക് ലൈഫ് സൈക്കിൾ വിച്ച് സ്പെസിഫൈസ് ഡീറ്റെയിൽസ് ഫ്രം ബിഗിനിങ് ടിൽ എൻഡ്. അതായത് ഒരു പ്രോജക്റ്റ് നമ്മളുടെ പ്രപ്പോസലിൽ നമ്മൾ കാണിക്കും ടെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഏതൊരു കാലയളവിനുള്ളിൽ പെർട്ടിക്കുലർ ടാസ്കുകൾ തുടങ്ങാനും അത് ചെയ്തു തീർക്കാനുമായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിരിക്കും. ആൻഡ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് എ സിംഗിൾ പോയിന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തി, ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ബോഡിയോ ആയിരിക്കാം അണ്ടർടേക്ക് ചെയ്യുന്നത്. പക്ഷെ ആ ഏജൻസിയോ ബോഡിയോ ഹെഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അയാളായിരിക്കും ഈ പ്രോജക്റ്റിന്റെ കേന്ദ്ര പൊസിഷനിൽ ഇരിക്കുക. അതായത് എന്താണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പ്രോജക്റ്റിൽ നമ്മൾ പറയും. അത് നിങ്ങളുടെ ബ്ലോക്ക് 3-4 നമ്മൾ നോക്കുന്നതാണ്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഇരിക്കുന്നത് പലപ്പോഴും ഏത് സ്ഥാപനമാണോ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ ഈ പ്രോജക്റ്റ് പ്രപ്പോസൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അവരായിരിക്കും ആ പ്രോജക്റ്റ് ഹെഡ് ചെയ്യുക. ആൻഡ് പറഞ്ഞ പോലെ എന്താണ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേ വ്യക്തമായിട്ട് അതിനൊരു തുടക്കവും അവസാനവും പറഞ്ഞിട്ടുണ്ടോ. അതായത് എപ്പോൾ തുടങ്ങുന്നു എപ്പോഴത്തേക്ക് അവസാനിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി കമ്മിങ് ടു പ്രോജക്റ്റ് പ്ലാനിങ്. പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് പ്രപ്പോസൽ ആണ് നോക്കേണ്ടത്. സോ പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വാക്ക് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ കൂടെ നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്ന പ്രോസസ് എന്താണ്? ഇറ്റ് ഇസ് എൻ ഇനിഷ്യൽ പ്രോസസ് ഒക്കറിങ് ഈവൻ ബിഫോർ ഫോർമൽ ഫണ്ടിങ് ആപ്ലിക്കേഷൻസ് ആർ സബ്മിറ്റഡ്. സോ പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോജക്റ്റ് ഒരു ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രോജക്റ്റ് പ്ലാനിങ് ആരംഭിക്കും പല സന്ദർഭങ്ങളിലും. കാരണം നമ്മളൊരു പ്രോജക്റ്റ് ഒരു ആവശ്യം സമൂഹത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാകും സൊസൈറ്റിയിൽ. സോ ആ ആവശ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും? നമ്മളൊരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കും. അതിനുശേഷം ആയിരിക്കും അപ്രോപ്രിയേറ്റ് ഫണ്ടിങ് ഏജൻസികളെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനായിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുന്നു? പ്രപ്പോസൽ ഈ പറയുന്ന ഫണ്ടിങ് ഏജൻസീസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരുടെ ആവശ്യം ഫണ്ടിങ് ഏജൻസിയുടെ ആവശ്യവും കൂടെ ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് പ്രോജക്റ്റ് പ്രപ്പോസൽ പിന്നീട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയോ മോഡിഫൈയോ ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. സോ പ്രോജക്റ്റ് പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എൻ ഇനിഷ്യൽ പ്രോസസ് വിച്ച് ഒക്കേഴ്സ് ഈവൻ ബിഫോർ ഫണ്ടിങ് ആപ്ലിക്കേഷൻസ് ആർ സബ്മിറ്റഡ്. സോ ഫണ്ടിങ് ുള്ള സോഴ്സസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആരംഭിക്കുന്ന ഒന്നാണ് പ്രോജക്റ്റ് പ്ലാനിങ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ഹോളിസ്റ്റിക് പെർസ്പെക്ടീവ് ഓൺ പ്രോബ്ലം ഡെഫിനിഷൻ, ഫീസിബിലിറ്റി ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, വീഡിങ് ഔട്ട് അൺറിയലിസ്റ്റിക് ഓർ ഓവർ അംബിഷ്യസ് ഗോൾസ്. സോ പ്രോജക്റ്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് പ്ലാനിങ്ങിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? പ്രോജക്റ്റ് പ്ലാനിങ് ആണ് ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. കാരണം ഇവിടെ തീരുമാനിക്കപ്പെടും ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിൽ പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഒരു പ്രോജക്റ്റിന്റെ പ്ലാനിങ് എഫിഷ്യന്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് അതിന്റെ കാലയളവിൽ എന്താണ് ഫണ്ടിങ് കണ്ടുപിടിക്കുന്നത് തൊട്ട് ആ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്ത് അവസാനിക്കുന്നത് വരെ വിത്തൗട്ട് പ്രോബ്ലംസ്, അതായത് ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് ആ പ്രോജക്റ്റ് തുടരാനും അത് റിയലൈസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. സോ പ്രോജക്റ്റ് പ്ലാനിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യും ഈ പ്രോജക്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്, എന്താണ് ഈ പ്രോജക്റ്റിന്റെ ആവശ്യകത എന്നുള്ളത്. അതാണ് പ്രോബ്ലം ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിബിലിറ്റി. ഫീസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിൽ ഉള്ള പ്രയോജനം നമ്മൾ പരിശോധിക്കുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഫണ്ടിങ് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ പുറപ്പെട്ടാലും എന്താണ് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാകുമല്ലോ, നമ്മൾ അണ്ടർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്നുള്ളത്. സോ അതേപോലെ തന്നെ പ്രോജക്റ്റിലും നമുക്ക് ആ ഒരു ബോധ്യമുണ്ട്. അതാണ് ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ എൻവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ അണ്ടർടേക്ക് ചെയ്തുകൊണ്ട് ആക്ച്വലൈസേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഫീസിബിലിറ്റിയിൽ കൂടെ പരിശോധിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് അലോക്കേഷൻ. റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ലാർജ് ആണ് നമ്മുടെ പ്രോജക്റ്റ്, അതായത് എത്ര ആളുകളുടെ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്, ഇതിന്റെ അനാലിസിസ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ പാർട്ടിൽ എന്തൊക്കെയാണ് നമ്മളുടെ ആവശ്യം, ആൻഡ് ഇതിന് എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമായിട്ട് വരും,
എന്നുള്ളതാണ് റിസോഴ്സ് അലോക്കേഷനിൽ പറയുക. പിന്നെ പ്രോജക്ട് പ്ലാനിങ്ങിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ് വീഡിങ് ഔട്ട് അൺറിയലിസ്റ്റിക് അല്ലെങ്കിൽ ഓവർ അംബിഷ്യസ് ഗോൾസ്. സോ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ നിശ്ചയിക്കുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഇത് മാത്രം പ്രോജക്റ്റിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അതായത് ഓവർ അംബിഷ്യസ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമ്മൾ ഒരിക്കലും പ്രോജക്റ്റിന്റെ ഭാഗമാക്കാൻ പാടില്ല. സോ ഇത്രയുമാണ് പ്രോജക്ട് പ്ലാനിങ്ങിൽ നടക്കുക. സോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്, പ്രോജക്ട് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ പ്രോജക്ട് ഏതൊരു മേഖലയിൽ വേണം അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണമെന്ന് തീരുമാനിക്കുന്നു. സോ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വി ക്രിയേറ്റ് എ വർക്ക് പ്ലാൻ ടു അഡ്രസ് ദ പ്രോബ്ലം ആൻഡ് അച്ചീവ് ദ ഡിസൈർഡ് ഗോൾ. സോ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ഇനി ഈ പ്രോബ്ലത്തിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം ആൻഡ് ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ. തേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പാക്ട് അപ്പോൺ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി പ്രോജക്ട്. അതായത് ഈ ഒരു പ്രോജക്ട് അണ്ടർടേക്ക് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, ആൻഡ് അൾട്ടിമേറ്റ്ലി ഇമ്പാക്ട് എന്താകാം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ഫീച്ചർ പറയുകയാണെങ്കിൽ ഇറ്റ് ആന്റിസിപ്പേറ്റ്സ് ദ റിസോഴ്സ് ഓർ ഫണ്ടിങ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദി പ്രോജക്ട്. സോ നമ്മൾ ഈ പ്രോജക്ട് പ്ലാനിങ്ങിൽ കൂടെ തീരുമാനിക്കുകയാണ് എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് വേണം, കൂടാതെ എത്രത്തോളം ഫണ്ടിങ് ആവശ്യമായിട്ട് വരുമെന്നുള്ളത് റിയലിസ്റ്റിക്കലി ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് കാണിക്കുകയാണ്. ഇനി കമ്മിങ് ടു പ്രോജക്ട് പ്രപ്പോസൽ. സോ പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ദി official initial document between the executing agency and project sponsor outlining the project's value, deliverables, budget, timeline and scope. So project planning ൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും ഒരു ഡോക്യുമെന്റ് രൂപത്തിൽ പ്രോജക്ട് പ്രപ്പോസലിലാണ് നമ്മൾ കാണിക്കുക. സോ പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഏജൻസിയും കൂടാതെ ഇത് ഫണ്ട് ചെയ്യുന്ന ഏജൻസിയും തമ്മിലുള്ള ഒരു കരാറ് പോലെയാണ് പ്രോജക്ട് പ്രപ്പോസൽ. ഈ പ്രോജക്ട് പ്രപ്പോസലിലാണ് നമ്മൾ വ്യക്തമായിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രോജക്റ്റ് എന്താണ്, നമ്മൾ നമ്മുടെ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുകയാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഔട്ട്ലൈൻ ചെയ്യുകയാണ്, നമ്മൾ ഏതൊരു മാർഗത്തിലൂടെയാണ് പഠനം നടത്താൻ പോകുന്നതെന്ന് പറയുകയാണ്. ആൻഡ് ഈ പ്രോജക്റ്റ് നമ്മൾക്ക് ആക്ച്വലൈസേഷൻ, അതായത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ എത്ര സമയമാണ് നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളത്, അനാലിസിസിന് എത്രയാണ്, റിപ്പോർട്ട് സബ്മിഷൻ, ഇതെല്ലാം എപ്പോൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ടെൻഡേറ്റീവ് ആയിക്കൊണ്ട് പ്രോജക്ട് പ്രപ്പോസലിലാണ് കാണിക്കുന്നത്. കൂടാതെ ബഡ്ജറ്റും ടൈം ലൈനും സ്കോപ്പും പ്രോജക്ട് പ്രപ്പോസലിന്റെ ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നു. സോ ഒരു പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഈ പറയുന്നത്. അതായത് ഒരു പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ പ്രപ്പോസൽ ഷുഡ് കണ്ടെയ്ൻ ഓൾ ഡീറ്റെയിൽസ് വിച്ച് മേ ബി റിക്വയർഡ് ബൈ എ ഡോണർ ഏജൻസി. സോ ഈ പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് ആയിരിക്കും ഒരു പോസിബിൾ ഫണ്ടിങ് ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്യുക. സോ ഇത് കണ്ടിട്ടായിരിക്കും അവർ നമ്മുടെ പ്രോജക്റ്റ് ഫണ്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. സോ ആ തീരുമാനം എടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എന്ത് ചെയ്യണം, ആ പ്രോജക്ട് പ്രപ്പോസലിൽ അടങ്ങിയിരിക്കണം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് ദി ഡോക്യുമെന്റ് ഷുഡ് ബി കോംപ്രിഹെൻസീവ് ബട്ട് ബ്രീഫ്. ഇപ്പോ ഈ ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു മാസീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. എല്ലാ കാര്യങ്ങളും ആവശ്യം അനുസരിച്ചിട്ട് വെരി ബ്രീഫായിട്ട് സെൽഫ് എക്സ്പ്ലനേറ്ററി രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. മറ്റൊന്ന്, വി ഹാവ് ടു ഗിവ് എ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് വിത്ത് ദി സെയിം ഹെഡിങ് ആസ് ഇൻ ദി മെയിൻ ഡോക്യുമെന്റ്. നമ്മളുടെ ഡോക്യുമെന്റ് ഉള്ളിൽ കൊടുത്തേക്കുന്ന അതേ ഹെഡിങ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, ഒരു ടേബിൾ ഓഫ് കോണ്ടന്റ് നമ്മളെ സ്വാഭാവികമായിട്ട് ഏതൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും അത് ആവശ്യമാണ്. പിന്നെ ഹെവി ചാർട്ട്സ് ആൻഡ് ടേബിൾസ് ഷുഡ് ബി അവോയ്ഡഡ് ഓർ ഗിവൻ ആസ് അപ്പൻഡിക്സസ്. സോ പ്രോജക്റ്റിന്റെ ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യേണ്ട ആവശ്യമാണ് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എന്തല്ല, നമ്മളൊരു ലിറ്ററേച്ചർ റിവ്യൂ പോലെ ബൾക്കായിട്ട് കുറെ ഇൻഫർമേഷൻ അല്ല പ്രോജക്ട് പ്രപ്പോസലിൽ കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഹെവി ആയിട്ടുള്ള ചാർട്ട്സോ ടേബിൾസോ അങ്ങനത്തെ രൂപരേഖകളൊന്നും ഇവിടെ ആവശ്യമില്ല.
മറ്റൊരു ചെക്ക് ലിസ്റ്റിന്റെ ഭാഗമാകുന്ന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we should avoid use of uncommon abbreviations and short forms. അതായത് ഏതൊരു വ്യക്തിക്കും എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ മാത്രമേ നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യാവുള്ളൂ. അല്ലാതെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജികളും ജാർഗൻസും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആശയം അവതരിപ്പിക്കാൻ പാടില്ല. ആൻഡ് ഫിഗേഴ്സ് ആൻഡ് ഡേറ്റ ഗിവൻ ഇൻ ദി ഡോക്യുമെന്റ് ഷുഡ് ബി ആക്യുറേറ്റ്. നമ്മൾ അവിടെ ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ ആവശ്യം അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡേറ്റ കാണിക്കുകയാണെങ്കിൽ എന്താണ് ആ ഡേറ്റ ആബ്സല്യൂട്ട്ലി ആക്യുറേറ്റ് ആയിരിക്കണം. ഒരു തരത്തിലും തെറ്റോ മാനിപ്പുലേറ്റഡോ ആയിട്ടുള്ള ഡേറ്റ ആകാൻ പാടില്ല. മറ്റൊരു പ്രധാന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു NGOയുടെ ഭാഗമായി അല്ലെങ്കിൽ ഒരു NGOയുടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോജക്ട് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ NGO അല്ലെങ്കിൽ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഉണ്ടായിരിക്കണം. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ NGO രജിസ്റ്റേർഡ് ആയിരിക്കണം. അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അവർക്കൊരു മെമ്മറാണ്ടം ഉണ്ടായിരിക്കണം. റൂൾസ് ആൻഡ് റെഗുലേഷൻ അതായത് ബൈലോ ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ വർഷാവർഷമുള്ള ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ആൻഡ് ആനുവൽ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് കൂടാതെ ഒരു ലിസ്റ്റ് ഓഫ് ബെനിഫിഷ്യറീസ് ഷുഡ് ഓൾസോ ബി അറ്റാച്ച്ഡ് ടു ദി ഡോക്യുമെന്റ്. സോ പ്രോജക്ട് പ്രപ്പോസലിൽ ഒരു ഭാഗമാകേണ്ടതാണ്. അതായത് ഏതൊരു NGO ആണ് ആ NGOയുടെ ഒത്തന്റിസിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിനെ തെളിയിക്കുന്ന രീതിയിലുള്ള വസ്തുക്കൾ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്റ്റാൻഡേർഡ് സൈസ് പേപ്പർ ആയിരിക്കണം. കൂടാതെ സ്റ്റേപ്പിൾ ദി ഡോക്യുമെന്റ് ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓ അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ. സോ ഇത് എന്താണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഡോക്യുമെന്റ് സമർപ്പിക്കുമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. സോ ഒരു പ്രപ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ പ്രിപ്പയറിംഗ് ആ പ്രോജക്ട് പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ എന്താണ് ഏതൊരു ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ സെന്റർ ഫോർ ജെറന്റോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഹിസ്റ്ററിയും അവതരണവും ആയിരിക്കണം നമ്മൾ തുടക്കത്തിൽ കൊടുക്കേണ്ടത്. രണ്ടാമത് മിഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നതിന്റെ ആവശ്യകതയും പ്രത്യേകതയും ഉദ്ദേശവും എന്താണെന്നുള്ളത് നമ്മൾ പറയുകയാണ്. തേർഡ്, പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അണ്ടർ ഇംപ്ലിമെന്റേഷൻ എന്താണ്, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇംപ്ലിമെന്റഡ് ഓർ അണ്ടർ ഇംപ്ലിമെന്റേഷൻ, അതായത് പർട്ടിക്കുലർ സ്ഥാപനം നടത്തിയിട്ടുള്ള പ്രോജക്റ്റുകൾ കാണിക്കാം, അല്ലെങ്കിൽ നിലവിൽ അവർക്ക് എന്തൊക്കെ പ്രോജക്ട്സ് ഉണ്ടെന്നും കാണിക്കാം. ഇനി വേണം നമ്മൾ പുതിയതായിട്ട് അണ്ടർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എൻവിഷൻ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ അവതരണം തുടങ്ങേണ്ടത്. സോ ഇവിടെ നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളുടെ പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്, അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ടായിട്ട് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ്, അതായത് ഒരു ടീം ഉണ്ടായിരിക്കണം പ്രോജക്റ്റിന്റെ പിറകിൽ. സോ ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് എന്താണ് പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാകണം, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ടായിരിക്കണം, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടി അനലിസ്റ്റുകൾ ഉണ്ടായിരിക്കണം. സോ ഇതെല്ലാം എന്താണ്, ഇവിടെ എല്ലാം എത്ര പേര് വേണം, ഇവർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റെമ്യൂണറേഷൻ എന്താണ്, എത്ര കാലയളവിലേക്കാണെന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. മറ്റൊരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രോജക്റ്റ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സിൽ കാണിക്കുക. ആൻഡ് പ്രോജക്ട് ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി ആരാണ് ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ലഭിക്കുക എന്നുള്ളത്. എട്ടാമതായിട്ട് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് എങ്ങനെ ആരുടെ ഇടയിൽ കൂടെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടോ ആരുടെ ഇടയിലാണ് നമ്മൾ എങ്ങനെയാണ് റിയലിസ്റ്റിക്കലി നടത്താൻ പോകുന്നത് എന്നുള്ളത് അവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നതാണ്. പിന്നെ പ്രോജക്റ്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി ഈ പ്രോജക്റ്റ് നിയന്ത്രിക്കുന്നത് ആരായിരിക്കും, എന്തൊരു മാർഗത്തിൽ കൂടെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കാലയളവ് കൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എൻവിഷൻ ചെയ്തിട്ടുള്ള കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി എത്രത്തോളം സമയം വേണ്ടി വരും എന്നുള്ളത് അത്
ഓരോ ഹെഡായിട്ട് കാണിക്കുകയാണ്. അതായത് ഇപ്പോൾ പ്രോജക്റ്റിന്റെ ഒരു ബേസിക് എൻവിഷൻ ചെയ്യുന്ന കാലയളവ്, ഡാറ്റ കളക്ഷന് വേണ്ടി വരുന്ന സമയം, അനാലിസിസിന് വേണ്ടി വരുന്ന സമയം, റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ട സമയം. സോ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു സ്പ്ലിറ്റപ്പ് കാണിക്കുകയാണ്. കൂടാതെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ട് നമുക്ക് എന്താണ്, ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരും, വസ്തുക്കൾ വേണ്ടി വരും, ട്രാവൽ അലവൻസ് വേണ്ടി വരും, പിന്നെ സ്റ്റേഷനറി പോലുള്ള മറ്റ് മിസലേനിയസ് ചെലവുകൾ ഉണ്ടാകും, പ്രിന്റിംഗ്. സോ ഈ തരത്തിലുള്ള ബഡ്ജറ്റ് ബ്രേക്കപ്പ് കാണിക്കുകയാണ്. കൂടാതെ ഇവിടെ വീണ്ടും നമ്മൾ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന ഓരോ വ്യക്തിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനും കാണിക്കുകയാണ്. പിന്നെ ഏജൻസിയുടെ ഓൺ കോൺട്രിബ്യൂഷൻ, ഏജൻസിയുടെ അണ്ടർടേക്കിംഗ് എന്തായിരിക്കും ഈ പ്രോജക്റ്റിൽ എന്നുള്ളത് കാണിക്കുകയാണ്. ആൻഡ് ഫണ്ട്സ് സോർട്ട് ഫ്രം ദി ഫണ്ടിങ് ഏജൻസി, എത്രത്തോളം ഫണ്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഫണ്ടിങ് ഏജൻസിയിൽ നിന്ന് ലഭിക്കാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാണിക്കുകയാണ്. ആൻഡ് പബ്ലിസിറ്റി ടു ദി ഡോണർ ഓർ ഫണ്ടിങ് ഏജൻസി. സോ ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി ഫണ്ടിങ് ഏജൻസിക്കും ബെനിഫിറ്റ് വേണമല്ലോ. സോ ആ ഫണ്ടിങ് ഏജൻസിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ അവർക്ക് ഇതുവഴി കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കാണിക്കുന്നതാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി പ്രോജക്ട് ടൈം ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് നമ്മൾ കാണിക്കുകയാണ് ഏതൊരു സമയത്താണ് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അത് റിയലിസ്റ്റിക്കലി വേണം കാണിക്കാൻ. കാരണം ഒരിക്കലും ആ പ്രോജക്റ്റ് ആ ടൈം ഫ്രെയിമിനുള്ളിൽ തീർക്കാൻ സാധിച്ചിരിക്കണം. സോ ടേബിൾ 1.1 നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് പ്രപ്പോസലിന്റെ സ്പെസിമെൻ ആണ് ഈ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദ്യം, പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദ്യം വരാറുണ്ട്. നിങ്ങളുടെ അസൈൻമെന്റിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഫോർമാറ്റ് ഫെമിലിയർ ആയിട്ട് വെച്ചേക്കുന്നത് നല്ലതാണ്. നിങ്ങൾ എന്താണ് സാമ്പിൾ ആയിട്ട് എല്ലാവരും ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി വെക്കുന്നതും നല്ലതാണ്. ഇൻ കേസ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ പ്രോജക്ട് പ്രപ്പോസൽ ഫോർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അറ്റ് ഹൗസ് ഹോൾഡ് ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത്. സോ ഇവിടെ ഓർഗനൈസേഷൻ ഏതാണ്, ഓർഗനൈസേഷന്റെ അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഓർഗനൈസേഷന്റെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, എത്ര സ്റ്റാഫ് വേണം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ചെക്ക് ലിസ്റ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഇനി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കോൺസെപ്റ്റ് ആണ് പ്രോജക്ട് പ്ലാനിംഗ് മാട്രിക്സ്, PPM എന്ന് പറയും. സോ ഇതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ചില നേരം 1 മാർക്ക് ക്വസ്റ്റ്യന് PPM നൽകിയിട്ട് ഇതിന്റെ എക്സ്പാൻഷൻ എന്താന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്ട് ഇസ് പ്രോജക്ട് പ്ലാനിംഗ് മാട്രിക്സ് എന്ന് തന്നെ ചോദിക്കാറുണ്ട്. സോ ഇതൊരു പ്രോജക്ട് പ്ലാനിംഗ് മാട്രിക്സ് എന്ന് പറയുമ്പോഴത്തെ ഒരു 1 പേജ് ഫ്രെയിം വർക്ക് ആണ്. അതായത് ഈ ഒരു കടലാസ് വഴി എന്ത് ചെയ്യും, നമ്മൾക്ക് പ്രോജക്ട് ഡിസൈൻ എന്താണെന്നുള്ളത് വെരി സിമ്പിൾ ആയിട്ട് നൽകിയിരിക്കുന്നതാണ്. സോ അതാണ് ഈ ടേബിളിലും കാണിച്ചേക്കുന്നത്. ഒരു പ്രോജക്ട് പ്ലാനിംഗ് മാട്രിക്സിന്റെ ടെംപ്ലേറ്റ് ആണ് ഈ നൽകിയിരിക്കുന്നത്. ആദ്യം എന്തായിരിക്കും, പ്രോജക്ട് ടൈറ്റിൽ കാണിക്കും, ഏത് ഓർഗനൈസേഷൻ ആണ് ഇത് അണ്ടർടേക്ക് ചെയ്യുന്നത്, അതാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഓർഗനൈസേഷൻ, പ്രോജക്ട് മാനേജർ അല്ലെങ്കിൽ ഹെഡ് ചെയ്യുന്നത് ആരാണെന്നുള്ളത് കാണിക്കുന്നതാണ്. മറ്റത് പ്രോജക്ട് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, അതായത് ഈ പ്രോജക്ട് ഓൺഗോയിങ് ആണോ അല്ലെങ്കിൽ ഹാഫ് വേ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്നതാണോ, സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ നറേറ്റീവ് സമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറോൾ ഗോൾസ് എന്താണ്, ഗോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 2 തരത്തിൽ കാണിക്കണം. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്താണ്, എക്സ്പെക്ടഡ് ഔട്ട്കംസ്, ആക്ടിവിറ്റീസ്. സോ ബേസിക് ആയിട്ട് എന്താണ്, വെരി ബ്രീഫ് ആയിട്ട് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന വസ്തുക്കളാണ്. സോ ഒബ്ജക്റ്റീവ്ലി വേരിഫയബിൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മൾക്ക് ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ട് ഫീസിബിൾ ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നതാണ് ഒബ്ജക്റ്റീവ്ലി വേരിഫയബിൾ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മീൻസ്, ഹൊറിസോണ്ടൽ എലമെന്റ്സിൽ മീൻസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് വേരിഫിക്കേഷൻ, MOV എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്.
ആൻഡ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കുഡ് അഫക്ട് ദി പ്രോജക്ട് സസ്റ്റൈനബിലിറ്റി. അതായത് ഈ ഡോക്യുമെന്റിൽ നമ്മൾ കാണിക്കുകയാണ്, ഇമ്പോർട്ടന്റ് അസംഷൻസിന്റെ കീഴിലാണ് നമ്മൾ കാണിക്കുന്നത്, ലൈക്ക് പോസിബിളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടോ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ പ്രോജക്റ്റിനെ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ വെർട്ടിക്കൽ എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓവറോൾ ഗോൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് വൈ ദിസ് ഇസ് ഫോർമുലേറ്റഡ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഫോർമുലേറ്റ് ചെയ്തത്. സോ ഓവറോൾ ഗോൾസിൽ കൂടെ നമ്മൾ എന്താണ് ബേസിക്കലി നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഫോർമുലേറ്റ് ചെയ്തത്, എന്തായിരിക്കും നമ്മുടെ ഔട്ട്കം, ആരായിരിക്കും ബെനിഫിഷ്യറീസ് എന്നുള്ളത് കാണിക്കുന്നതാണ് ഓവറോൾ ഗോൾസ്. സോ പ്രോജക്ട് പ്ലാനിംഗ് മാട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലാണ്, വെർട്ടിക്കൽ എലമെന്റ്സും ഉണ്ട്, ഹൊറിസോണ്ടൽ എലമെന്റ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് വെർട്ടിക്കൽ എലമെന്റ്സ് ആണ്. വെർട്ടിക്കൽ എലമെന്റ്സിൽ ആദ്യം തന്നെ ഓവറോൾ ഗോൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി കമ്മിങ് ടു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടെർമിനോളജി ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വെരി വ്യക്തമായിട്ട് പറയുകയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മുടെ ടാർഗറ്റഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഇനി എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി എന്തായിരിക്കും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഔട്ട്കം എന്നുള്ളത് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിൽ ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നതാണ് ആക്ടിവിറ്റീസിന്റെ ഇടയിൽ. ഇനി കമ്മിങ് ടു ദി ഹൊറിസോണ്ടൽ എലമെന്റ്സ്. ഹൊറിസോണ്ടൽ എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് തരത്തിലാണ്. ഒന്ന് ഒബ്ജക്റ്റീവ്ലി വേരിഫയബിൾ ഇൻഡിക്കേറ്റേഴ്സ്, OVI എന്ന് പറയും. രണ്ടാമത് മീൻസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് വേരിഫിക്കേഷൻ. ആൻഡ് തേർഡ്ലി ഇമ്പോർട്ടന്റ് അസംഷൻസ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സോ ഒബ്ജക്റ്റീവ്ലി വേരിഫയബിൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇൻക്ലൂഡ്സ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഇതിന്റെ ഒരു വിവരിക്കലാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. കൂടാതെ എന്തും കൂടെ കാണിക്കുന്നുണ്ട്, 5 ഇൻഡിക്കേറ്റേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറബിൾ, അത് ക്വാണ്ടിറ്റേറ്റീവ് ആകാം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആകാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫീസിബിലിറ്റി, അതായത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ കൂടെ നമ്മൾ അവതരിപ്പിക്കുകയാണ് എത്രത്തോളം മോണിറ്ററി അല്ലെങ്കിൽ ഫിനാൻസ് വേണ്ടി വരും, എന്തൊക്കെ സ്കിൽ, ഏതൊക്കെ സമയത്തിനുള്ളിൽ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നടത്തിയെടുക്കാമെന്നുള്ള ഒരു റിയലിസ്റ്റിക് അവതരണമാണ് ഫീസിബിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആക്യുറസി ആൻഡ് റെലവൻസ്, അതായത് ഈ പ്രോജക്റ്റിന്റെ എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും, എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളത് കാണിക്കുക. അക്കൗണ്ടബിലിറ്റി റിഗാർഡിംഗ് ചേഞ്ചസ്, പ്രോജക്റ്റിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ ആ മാറ്റം എങ്ങനെ കൈകാര്യം ചെയ്യും, ആരായിരിക്കും അതിന് ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ടൈംലി പ്രൊവൈഡിങ് ദി ഇൻഫർമേഷൻ. പലപ്പോഴും പ്രോജക്റ്റുകളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോജക്റ്റിന്റെ അൾട്ടിമേറ്റ്ലി ലാസ്റ്റിൽ നമ്മളൊരു റിപ്പോർട്ട് സബ്മിഷൻ ഉണ്ടാവും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യും. സോ ഈ തരത്തിലുള്ള ടൈംലി ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും, ആരായിരിക്കും അണ്ടർടേക്ക് ചെയ്യുക, ഹൂ ദിസ് വിൽ ബി പ്രസന്റഡ് ടു എന്നുള്ളത് കാണിക്കുന്നതാണ്. സോ ഇതാണ് ഒബ്ജക്റ്റീവ്ലി വേരിഫയബിൾ ഇൻഡിക്കേറ്റേഴ്സ്. ഇനി കമ്മിങ് ടു മീൻസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് വേരിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി നമ്മളിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ആരിൽ നിന്നായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന് എത്രത്തോളം സമയം വേണ്ടി വരും, ആൻഡ് ഈ ഡേറ്റ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇവിടെയാണ് കാണിക്കുന്നത്. ഇനി ഇമ്പോർട്ടന്റ് അസംഷൻസ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെ തരത്തിലുള്ള നമ്മൾ പ്രോജക്റ്റിൽ എന്താണ് പോസിബിൾ ആയിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ പ്രോജക്ട് പ്രപ്പോസലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്താണ് ദർ ഇസ് റൂം ഫോർ എറർ അല്ലെങ്കിൽ ദർ ഇസ് റൂം ഫോർ ചേഞ്ച്. എക്സ്റ്റേണലി നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതികൂലമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയാണ് ഉൾപ്പെടുത്തി കാണിക്കുക. ഇനി കമ്മിങ് ടു പ്രോജക്ട് സൈക്കിൾ ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ്. സോ പ്രോജക്ട് മാനേജ്മെന്റ് ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം പ്രോജക്ട് മാനേജ്മെന്റിലാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രപ്പോസലിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ പ്രോജക്റ്റ് നടന്ന് പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് പ്രോജക്ട് മാനേജ്മെന്റിൽ കൂടെയാണ്. സോ പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്ലൈസ് നോളജ്, സ്കിൽസ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് അക്രോസ് 5 കോർ കാറ്റഗറീസ്. സോ 5 തലങ്ങളിലാണ് പ്രോജക്ട് മാനേജ്മെന്റ് നടക്കുക. അതായത് ഒന്ന് ഇനിഷ്യലൈസിങ്, ഒന്ന് ഇനിഷ്യേറ്റിംഗ്, അതായത് പ്രോജക്റ്റ് നമ്മൾ എൻവിഷൻ ചെയ്യുന്ന പ്രോസസ്. രണ്ടാമത് പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത് വഴി പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുക. മൂന്നാമതായിട്ട് പ്രോജക്റ്റിന്റെ എക്സിക്യൂഷൻ, അതായത് ഇൻ ആക്ച്വൽ റിയാലിറ്റി നമ്മൾ നടത്തി തുടങ്ങുന്നതാണ്. നടന്നു തുടങ്ങുമ്പോഴത്തേക്ക് പ്രോജക്റ്റ് മോണിറ്റർ ചെയ്യുക, അതിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യുക. ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി എന്താണ് പ്രോജക്റ്റ് നമ്മൾ ഡിസൈറബിൾ ആയിട്ട് ഉള്ള രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് അവസാനിപ്പിക്കുക, ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രോജക്ട് മാനേജ്മെന്റ് ഒരു പ്രധാന ഭാഗമാണ് പ്രോജക്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് പ്രോജക്ട് ട്രയാങ്കിളിൽ കൂടെ പ്രോജക്റ്റിന്റെ പെർഫോമൻസ് 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതായത് പ്രോജക്റ്റിന്റെ സ്കോപ്പ്, കോസ്റ്റ് ആൻഡ് ടൈം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രോജക്റ്റ് ലാഗ് ഉണ്ടാകും. അതായത് സ്കോപ്പ്, നമ്മൾ പ്രോജക്റ്റ് എന്താണ് നമ്മുടെ പ്ലാനിങ് ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്കോപ്പ് അൺറിയലിസ്റ്റിക് ആയിട്ട് ആകും. സോ അൺറിയലിസ്റ്റിക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സമയമോ കോസ്റ്റോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കാൻ സാധിക്കില്ല. സോ ഓൾട്ടറിങ് എനി വൺ ഓഫ് ദീസ് ഇന്നെവിറ്റബിളി സ്ട്രെയിൻസ് ദി അതേഴ്സ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു സ്കോപ്പിലോ കോസ്റ്റിലോ ടൈമിലോ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആ പ്രോജക്റ്റിന്റെ ക്വാളിറ്റിനെയും ബാധിക്കും. ഇന്നെവിറ്റബിളി എന്ത് സംഭവിക്കും? സ്കോപ്പിൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് കോസ്റ്റും ടൈമിനെയും ബാധിക്കും. അല്ലെങ്കിൽ കോസ്റ്റ്, നമ്മുടെ ഫണ്ടിങ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് സ്കോപ്പോ ടൈമിനോ ഉള്ളിൽ ചെയ്യാൻ കഴിയില്ല. സോ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ അഫക്ട് ദി അതർ ടു. സോ ഇതിനെ ഒരു പിക്ക് എനി ടു പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയും. ഇനി പ്രോജക്ട് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ഇനിഷ്യേഷൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ, ക്ലോഷർ, ഇത് ഇത്രയും പ്രോജക്ട് സൈക്കിളിന്റെ ഓരോ സ്റ്റേജുകളാണ്. സോ അതാണ് ഈ പ്രോജക്ട് സൈക്കിളിൽ ഡെപിക്ട് ചെയ്യുന്നത്. അതായത് പ്രോജക്ട് ഇനിഷ്യേഷൻ ആണ് ആദ്യം. ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രോജക്റ്റിന് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂ നടത്തുന്നു, ലിറ്ററേച്ചറുകൾ കണ്ടുപിടിക്കുന്നു, ലിറ്ററേച്ചറുകളുടെ റിവ്യൂ നടത്തുന്നു. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ എന്താണ് അതിന്റെ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ സൃഷ്ടിക്കുന്നു, പ്രോജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു? പ്രോജക്ട് പ്ലാനിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. സോ പ്രോജക്ട് പ്ലാനിങ്ങിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കുന്നത്. പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കി ഒരു ഫണ്ടിങ് ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്ത് ആ ഫണ്ടിങ് ലഭിക്കുകയാണെങ്കിൽ അടുത്ത നടപടി എന്താണ്? പ്രോജക്ട് എക്സിക്യൂഷൻ ആണ്. അതായത് ഈ പറയുന്ന പ്രോജക്റ്റ് നമ്മുടെ പ്രപ്പോസലിൽ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ കൂടെ നടത്തി എടുക്കുക എന്നുള്ളതാണ് പ്രോജക്ട് എക്സിക്യൂഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ പ്രോജക്ട് എക്സിക്യൂഷനിൽ പ്രോജക്ട് മാനേജ്മെന്റ്, പ്രോജക്ട് മോണിറ്ററിങ് എല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നു. സോ പ്രോജക്ട് എക്സിക്യൂഷൻ പ്രോപ്പർ ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ഉദ്ദേശിച്ച പ്രപ്പോസലിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ അണ്ടർടേക്ക് ചെയ്യാൻ സാധിച്ചാൽ എന്ത് ചെയ്യാം? പ്രോജക്ട് ക്ലോഷർ, അതായത് സക്സസ്ഫുള്ളി നമ്മൾ എൻവിഷൻ ചെയ്തിരിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
സോ ഒന്നും കൂടെ പ്രോജക്ട് സൈക്കിൾ പറയുകയാണെങ്കിൽ ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്റ്റേജിലാണ് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെയാണ് ഫീസിബിലിറ്റി, അതായത് ഈ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് ഇൻ റിയാലിറ്റി നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണോ, ഇതിന്റെ പോസിബിലിറ്റി നമ്മൾ പരിശോധിക്കും, ഫീസിബിലിറ്റി നോക്കും. അതിനെ തുടർന്ന് ഡ്രാഫ്റ്റ് ചെയ്യും, നമ്മൾ പ്രോജക്റ്റ് ഔട്ട്ലൈൻ തീരുമാനിക്കും. ആൻഡ് വി ഡിഫൈൻ ദി സ്ട്രക്ചറൽ ഹയറാർക്കി, അതായത് സ്പോൺസർ ആരായിരിക്കണം, അല്ലെങ്കിൽ പോസിബിൾ സ്പോൺസേഴ്സ് ആരൊക്കെ ആയിരിക്കാം, ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടതായിട്ടുള്ള ഒരു പ്രോജക്ട് മാനേജറിനെ തീരുമാനിക്കുക, ഒരു പ്രോജക്ട് ടീമിനെ എൻവിഷൻ ചെയ്യുന്നു. സോ ഇത്രയുമാണ് ഇനിഷ്യേഷൻ സ്റ്റേജിൽ നടക്കുക. ഇനി പ്രോജക്ട് പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിസോഴ്സ് അലോക്കേഷൻ, എന്തൊക്കെ റിസോഴ്സസ് വേണം, റിസ്ക് മാപ്പിംഗ്, അതായത് എന്തൊക്കെ അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ പോവുകയോ അല്ലെങ്കിൽ എന്തൊക്കെ റിസ്ക് എലമെന്റ്സ് ആണ് പോസിബിളി ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്ന് ഇവിടെ കാണുന്നു. ഷെഡ്യൂളിംഗ്, നമ്മൾ ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയാണ് ഷെഡ്യൂളിംഗിന്റെ ഭാഗമായി പറയുന്നു. ആൻഡ് കൂടാതെ എന്ത് ചെയ്യുന്നു, പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഹയറിംഗ് വേണമെങ്കിൽ അതും നടത്തുന്നു. ഇനി കംസ് ദി പ്രോജക്ട് എക്സിക്യൂഷൻ. പ്രോജക്ട് എക്സിക്യൂഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ അൾട്ടിമേറ്റ്ലി പ്ലാനിങ്ങിന്റെ ഭാഗമായി നടത്തിയ കാര്യങ്ങൾ ഇൻ റിയാലിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ് ടു ഡെലിവർ സ്പെസിഫിക് ഔട്ട്കംസ് വൈൽ അഡാപ്റ്റിംഗ് ടു റിയൽ ടൈം ചാലഞ്ച്. സോ നമ്മൾ പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പോസിബിൾ ചാലഞ്ചസും പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് അനുസരിച്ചിട്ട് നമ്മൾ എക്സിക്യൂഷൻ നടത്തുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി ക്ലോഷറിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താണ്, ഫോർമലി നമ്മൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു, നമ്മൾ പ്രപ്പോസലിൽ പറഞ്ഞ രീതിക്കുള്ള ഔട്ട്കംസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏത് കോലത്തിലാണ്, പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ആയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫണ്ട് ചെയ്ത ഏജൻസി അല്ലെങ്കിൽ മറ്റ് പബ്ലിക് പോലും അതിനൊരു റിവ്യൂ വർക്ക്ഷോപ്പ് വെക്കും. സോ ഇത്രയുമാണ് പ്രോജക്ട് സൈക്കിളിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഇതാണ് നിങ്ങളുടെ ഒരു യൂണിറ്റ്. ഇനി നാളെ വി വിൽ ലുക്ക് ഇൻ ടു യൂണിറ്റ് 2. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം പേജ് നമ്പർ 6-ലില്ലേ 1.11 ഉള്ള ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, അത് ക്വസ്റ്റ്യൻ ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ടെന്ന്